ഇന്ത്യ ഗ്രൂപ്പ് പുറത്തിറക്കുന്ന ഭൂവസ്ത്ര സൂപ്പർ മണ്ണിലെ കീടങ്ങളെ നശിപ്പിക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു മികച്ച ജൈവ ഉൽപ്പന്നമാണ്. പ്രധാനമായും മണ്ണിൽ വസിക്കുന്ന ചിതൽ, കുഴിയാന, വേരുതീനി പുഴുക്കൾ തുടങ്ങിയ ഉപദ്രവകാരികളായ കീടങ്ങളെ നിയന്ത്രിക്കാനാണിത് ഉപയോഗിക്കുന്നത്. 100% പ്രകൃതിദത്തമായ ഈ ഉൽപ്പന്നം ചെടികളുടെ വേരുകൾക്ക് കരുത്ത് നൽകുകയും പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരു ജൈവ ഉൽപ്പന്നമായതിനാൽ ഇതിന്റെ ഗുണമേന്മയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി പ്രധാനപ്പെട്ട ഒട്ടനേകം ഔദ്യോഗിക അംഗീകാരങ്ങൾ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം രാജ്യാന്തര തലത്തിലുള്ളതാണെന്ന് ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ജൈവ കൃഷി മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള NPOP അംഗീകാരം ഈ ഉൽപ്പന്നത്തിനുണ്ട്. ഇത് ജൈവ കൃഷിയിൽ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്നതിന്റെ തെളിവാണ്. ഇത് ചെടികൾ നടുമ്പോഴോ വളം ചേർക്കുന്ന സമയത്തോ മണ്ണിനടിയിൽ വേരുകൾക്ക് സമീപമെത്തുന്ന രീതിയിൽ പ്രയോഗിക്കണം. വാഴ, തെങ്ങ്, കവുങ്ങ് ഓരോ വാഴയ്ക്കും ഏകദേശം 15 മുതൽ 20 ഗ്രാം വരെയും തെങ്ങിനും കവുങ്ങിനും 50 മുതൽ 100 ഗ്രാം വരെയും തടത്തിൽ ചേർക്കാവുന്നതാണ്. നെൽകൃഷി 1 ഏക്കറിന് ഏകദേശം 2 മുതൽ 4 കിലോ വരെ മണ്ണിൽ കലർത്തി ഉപയോഗിക്കാം. പച്ചക്കറികൾ ഓരോ ചെടിയുടെയും ചുവട്ടിൽ 5 മുതൽ 10 ഗ്രാം വരെ ചേർത്ത് മണ്ണ് മൂടുന്നത് കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. വേരുകൾ അധികം താഴോട്ടു പോവാത്ത ചേന, പച്ചക്കറികൾ, ഇഞ്ചി തുടങ്ങിയ കൃഷികൾക്ക് മഴയില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ആദ്യം മണ്ണൊന്ന് നനച്ചുകൊടുത്ത ശേഷം ഭൂവസ്ത്ര കൊടുത്ത് കരിയിലയോ മറ്റോ കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നത് ഇഷ്ടംപോലെ വേരുകൾ ഉണ്ടാവാൻ നല്ലതാണ്. കവുങ്ങിനെ പ്രധാനമായും ബാധിക്കുന്ന വേരുതീനി പുഴുക്കളെയും ചിതലിനെയും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു കവുങ്ങിനെ ഏകദേശം 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നൽകാം. കവുങ്ങിന്റെ ചുവട്ടിൽ നിന്നും ഏകദേശം 1.5-2 അടി മാറി തടമെടുക്കുക. ഈ തടത്തിൽ ഭൂവസ്ത്ര വിതറിയ ശേഷം മണ്ണുമായി നന്നായി യോജിപ്പിക്കുക. വർഷത്തിൽ 2 തവണ മഴക്കാലത്തിന് മുൻപും ശേഷവും നൽകുന്നത് വേരുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഏലത്തിന്റെ തട്ടുകളെയും വേരുകളെയും ബാധിക്കുന്ന പുഴുക്കളെ തടയാൻ ഇത് ഫലപ്രദമാണ്. ഒരു ഏലച്ചെടിക്ക് ഒരു മൂടിന് ഏകദേശം 20 ഗ്രാം മുതൽ 30 ഗ്രാം വരെ നൽകിയാൽ മതിയാകും. ഏലത്തിന്റെ ചുവട്ടിലെ ഉണങ്ങിയ ഇലകളും മറ്റും മാറ്റി മണ്ണ് ചെറുതായി ഇളക്കുക. അതിനുശേഷം ഭൂവസ്ത്ര വിതറി മണ്ണുകൊണ്ട് നേരിയ രീതിയിൽ മൂടുക. ഏലത്തിന് വളരെയധികം ഈർപ്പം ആവശ്യമുള്ളതിനാൽ ഇത് പ്രയോഗിക്കുമ്പോൾ മണ്ണിൽ നനവുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മണ്ണിൽ വളരുന്ന ചിതൽ, വേരുതീനി പുഴുക്കൾ, കുഴിയാന, തണ്ടുതുരപ്പൻ പുഴുക്കൾ തുടങ്ങിയവയെ ഇത് ഫലപ്രദമായി നിയന്ത്രിക്കുന്നു. ചെടികൾക്ക് കരുത്തുള്ള വേരുകൾ ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു. തന്മൂലം മണ്ണിലെ ജലവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിക്കുന്നു. മണ്ണിലെ ഉപദ്രവകാരികളായ കീടങ്ങൾ ഇല്ലാതാകുന്നതോടെ ചെടികൾക്ക് ആരോഗ്യം ലഭിക്കുകയും 10% മുതൽ 25% വരെ കൂടുതൽ വിളവ് ലഭിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നു. ഇതൊരു രാസ കീടനാശിനിയല്ല, മറിച്ച് പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനാൽ മണ്ണിനോ ഉപകാരികളായ ജീവികൾക്കോ, ഉദാഹരണത്തിന് മണ്ണിര, ഇത് ദോഷം ചെയ്യില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത് വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതിനേക്കാൾ മണ്ണിൽ നേരിട്ട് വിതറി ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ ഫലം നൽകുക. മണ്ണിൽ നേരിയ ഈർപ്പമുള്ളപ്പോൾ പ്രയോഗിക്കുന്നത് ഇതിലെ ഘടകങ്ങൾ വേഗത്തിൽ മണ്ണിലേക്ക് പടരാൻ സഹായിക്കും. ഭൂവസ്ത്ര സൂപ്പർ ഉപയോഗിച്ച കർഷകരിൽ നിന്നും പൊതുവെ പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ലഭിച്ചുവരുന്നത്. ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് കർഷകർ പങ്കുവയ്ക്കുന്ന പ്രധാന അഭിപ്രായങ്ങൾ താഴെ പറയുന്നവയാണ്. മണ്ണിലെ ചിതൽ, വേരുതീനി പുഴുക്കൾ, കുഴിയാന തുടങ്ങിയവയെ പൂർണ്ണമായും അകറ്റാൻ ഇത് സഹായിക്കുന്നുവെന്ന് പല കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ഉപയോഗിച്ച ശേഷം ചെടികൾക്ക് കൂടുതൽ കരുത്തുള്ള വേരുകൾ ഉണ്ടായതായും കാറ്റിലും മറ്റും മറിഞ്ഞു വീഴാനുള്ള സാധ്യത കുറഞ്ഞതായും കർഷകർ അഭിപ്രായപ്പെടുന്നു. കൃത്യമായ അളവിൽ ഭൂവസ്ത്ര സൂപ്പർ പ്രയോഗിച്ച കർഷകർക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വിളവ് ഏകദേശം 10% മുതൽ 25% വരെ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. രാസവസ്തുക്കൾ ഇല്ലാത്തതിനാൽ മണ്ണിലെ ഉപകാരികളായ ജീവികൾക്ക് ദോഷം ചെയ്യുന്നില്ലെന്നും മണ്ണിന്റെ ഗുണനിലവാരം നിലനിർത്താൻ സഹായിക്കുന്നുവെന്നും കർഷകർ പറയുന്നു. കീടങ്ങൾ കുറയുന്നതിലൂടെ ചെടികൾ നശിക്കുന്നത് ഒഴിവാക്കാനും അതുവഴി നഷ്ടം കുറയ്ക്കാനും സാധിക്കുന്നുവെന്നത് ഇതിന്റെ വലിയൊരു മേന്മയായി അവർ കാണുന്നു. ചുരുക്കത്തിൽ, മണ്ണിലെ കീടശല്യം കാരണം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ഒരു മികച്ച ജൈവ പരിഹാരമായിട്ടാണ് ഭൂവസ്ത്ര സൂപ്പർ വിലയിരുത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ ഭൂവസ്ത്ര സൂപ്പർ ഒരു ജൈവ ഉൽപ്പന്നമായതിനാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെടികൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം. അവ താഴെ പറയുന്നവയാണ്. ഏതു വളമായാലും നിശ്ചയിച്ച അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ചെടിയുടെ വേരുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓരോ ചെടിക്കും നിർദ്ദേശിച്ച കൃത്യമായ അളവ് മാത്രം പ്രയോഗിക്കുക. ഈ ഉൽപ്പന്നം മണ്ണിൽ ചേർത്ത ശേഷം മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടായിരിക്കണം. വല്ലാതെ ഉണങ്ങിയ മണ്ണിൽ ഇത് പ്രയോഗിക്കുകയും പിന്നീട് നനയ്ക്കുകയും ചെയ്താൽ വേരുകൾക്ക് ചൂട് തട്ടാം. വളരെ വീര്യമേറിയ രാസവളങ്ങൾക്കൊപ്പം ഇത് ചേർക്കുന്നത് ചിലപ്പോൾ പ്രതിക്രിയകൾക്ക് കാരണമാകാം.